ചേട്ടൻ ഇവിടുത്തെ ഏറ്റവും നല്ല പ്ലെയർ. ചേട്ടനെ വെച്ചിട്ട് ഇവിടെ ഓരോരുത്തർ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ബിഗ് ബോസിൻ്റെ ലൈവിൽ ശൈത്യ പൊട്ടി കരയുകയാണ്. അനീഷേട്ടനാണ് ഇവിടുത്തെ ബെസ്റ്റ് പ്ലെയർ. ചേട്ടനെ വെച്ചാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ചേട്ടൻ അങ്ങനെ ഡാർക്ക് റൂമിൽ പോയി കിടക്കേണ്ട ആളൊന്നുമല്ല. ഇവിടെയുള്ള ആർക്കും തന്നെ മനസാക്ഷിയില്ല. ശൈത്യ പറയുന്നത് ഇന്നത്തെ പെർഫോമൻസ് ടാസ്കിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനമാണ് അനീഷിന് കൊടുത്തത്. അതിനെപ്പറ്റിയാണ് ശൈത്യ പറയുന്നത്. അനീഷിന് വേണ്ടി ഇന്ന് മത്സരിച്ചത് ശൈത്യയാണ്. ശൈത്യ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ശൈത്യയുടെ ടീമിന് ഏറ്റവും പിറകിലത്തെ സ്ഥാനമാണ് കൊടുത്തത്. അത് അനീഷിൻ്റെ ടീം ആയതുകൊണ്ടാണ്, അനീഷിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. കാരണം അനീഷിനെ അവിടെ ബാക്കിയുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് അനീഷിനെ മനഃപൂർവ്വം പുറത്താക്കിയത്. അപ്പോൾ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും പിരിഞ്ഞു പോയ സമയത്ത് ശൈത്യയുടെ അടുത്ത് അവർ ഒന്ന് പറഞ്ഞു, ശൈത്യ നീ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്, പക്ഷേ പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് എന്ന്. അതായത് അനീഷിനെ എന്തൊക്കെ നല്ല രീതിയിൽ അനീഷിൻ്റെ ടീം പെർഫോം ചെയ്താലും അനീഷിനെ ഏറ്റവും പിറകിൽ തന്നെ ആയിരിക്കും സ്ഥാനം എന്നാണ് അവരുദ്ദേശിച്ചത്. അത് ശൈത്യ വന്ന് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ ഒരു ഡയലോഗൊക്കെ അടിക്കുന്നത്. അനീഷേട്ടനാണ് ഇവിടുത്തെ ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറയുന്നത്. അനീഷിനും അത് മനസ്സിലായി. അനീഷും ശൈത്യയുടെ അടുത്ത് പറയുന്നുണ്ട്, ശൈത്യ എൻ്റെ ടീം ആയതുകൊണ്ടാണ് ശൈത്യയ്ക്ക് ഏറ്റവും പുറകിൽ നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ശൈത്യ ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മെച്ചപ്പെട്ട സ്ഥാനത്ത് നിൽക്കേണ്ടതാണ്. ഞാനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്. നിങ്ങൾ നല്ല രീതിക്ക് തന്നെയാണ് പെർഫോം ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ശൈത്യയുടെ അടുത്ത് അനീഷ് പറയുന്നുണ്ട്. ലൈവിലിപ്പോൾ എല്ലാവരും തന്നെ അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് വന്ന അന്ന് തന്നെ അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് വീട്ടിലുള്ളവരെല്ലാവരും തന്നെ മനസ്സിലാക്കി ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, ഇതിൽ വീണ് പോകരുത്, അനീഷിനെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കരുത്, അനീഷിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂടാൻ നോക്കി. പക്ഷേ അന്ന് കൂടെയെങ്കിലും ഇപ്പോൾ എല്ലാവരും തന്നെ എതിരാണ്. എല്ലാവരും ചേർന്ന് കോർണർ ചെയ്യുമ്പോൾ ആ കോർണർ ചെയ്യുന്ന ആൾക്ക് തന്നെ ആയിരിക്കും സപ്പോർട്ട് കൂടാൻ പോകുന്നത്. അങ്ങനെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇനി അനീഷിനെ കപ്പിലേക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വൈൽഡ് കാർഡുകളൊക്കെ ഇനി വരാനുണ്ട്, കളികൾ ഇനിയും മാറും. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.